പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുല്ലുപോലെ ജയിച്ചു കയറിയിരിക്കുകയാണ് UDF-ഉം കോൺഗ്രസും. കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ൽ പരം വോട്ടുകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തുടക്കം മുതൽ കണ്ട ശക്തിയേറിയ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഏകപക്ഷീയമായ ഒരു വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരിക്കുന്നത്. ഈ വിജയത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് BJP-യുടെ കോട്ടകുത്തളങ്ങളെ ഒന്നടങ്കം നിലംപരിശാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിജയ തേരോട്ടം പാലക്കാടൻ മണ്ണിൽ നടത്തിയിരിക്കുന്നത് എന്നതാണ്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ BJP-ക്കായിരുന്നു ലീഡ്. അത് സ്വാഭാവികം തന്നെയാണ്. കാരണം BJP-ക്ക് അപ്രമാദിത്വമുള്ള നഗരസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ആദ്യത്തെ 7 റൗണ്ടുകളിലായിട്ട് ഏതാണ്ട് 104 ബൂത്തുകൾ എന്ന് പറയുന്നത് ഈ നഗരസഭകളിൽ മാത്രം ഉൾപ്പെടുന്നതാണ്. ഈ 7 റൗണ്ടുകളിലും സ്വാഭാവികമായും BJP ലീഡ് നേടേണ്ടതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 റൗണ്ടിലെ വോട്ടെണ്ണൽ കഴിയുമ്പോൾ നഗരസഭകളിൽ നിന്ന് മാത്രം BJP സ്ഥാനാർത്ഥിയായിരുന്ന ഈ ശ്രീധരൻ 6,000-ഓളം വോട്ടുകൾക്ക് ലീഡ് നേടിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം അവസാന റൗണ്ടുകളിൽ തോറ്റുപോകുന്നത് നമ്മുടെ മുന്നിൽ അതിന്റെ ചരിത്രമുണ്ട്. ഇത്തവണയും അത്തരം ഒരു മുന്നേറ്റം BJP പ്രതീക്ഷിച്ചിരുന്നു. ചുരുങ്ങിയത് അവിടെ ഒരു 8,000-9,000 വോട്ടുകൾക്കെങ്കിലും ലീഡ് നേടിയാൽ മാത്രമേ BJP-ക്ക് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ കഴിയൂ എന്ന് വ്യക്തമായിരുന്നു. അത് അവർക്കും അറിയാമായിരുന്നു. കാരണം ഈ നഗരസഭ കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് 3 പഞ്ചായത്തുകളിലേക്കാണ്. ഈ 3 പഞ്ചായത്തുകളിലും BJP-ക്ക് കാര്യമായ വേരോട്ടമില്ല. അവിടെ UDF-ന്റെയും പിന്നീട് LDF-ന്റെയും ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയിൽ എത്രത്തോളം വോട്ട് ഭൂരിപക്ഷം നേടുന്നു അത് അനുസരിച്ചായിരിക്കും അവരുടെ വിജയ പരാജയം എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും നഗരസഭയിലെ വോട്ടുകൾ ലീഡ് NDA-ക്ക് നിർണായകമായിരുന്നു. തുടക്കത്തിൽ ആദ്യ റൗണ്ടിൽ BJP C കൃഷ്ണകുമാർ മുന്നിട്ട് നിന്നു. പോസ്റ്റൽ വോട്ടിന് തുടങ്ങിയപ്പോൾ മുതൽ C കൃഷ്ണകുമാറിനായിരുന്നു ലീഡ്. അതിനുശേഷം ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ C കൃഷ്ണകുമാർ 1,016 വോട്ടുകൾക്ക് ലീഡ് നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഈ പറയുന്ന ആദ്യത്തെ 7 റൗണ്ടുകളിൽ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് 5-6 റൗണ്ടുകളിൽ മാത്രമാണ് C കൃഷ്ണകുമാറിന് ലീഡ് ലഭിച്ചത്. പക്ഷേ ഈ ലീഡ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. ഈ 5-ാമത്തെ റൗണ്ടിലെ എണ്ണി കഴിയുമ്പോൾ കൃഷ്ണകുമാറിന്റെ ലീഡ്, അതും BJP-ക്ക് എത്രത്തോളം സ്വാധീനമുള്ള മേഖലയിൽ കൃഷ്ണകുമാറിന്റെ ലീഡ് എന്ന് പറയുന്നത് വെറും 400 വോട്ടുകളോളമായിരുന്നു. 6-ാമത്തെ റൗണ്ട് കഴിയുമ്പോഴും അതേതാണ്ട് 600-ഓളം വോട്ടുകളിലേക്ക് എത്തിയെന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈ മത്സരത്തിന്റെ ചിത്രം വ്യക്തമായിരുന്നു. എങ്ങോട്ടാണ് ഈ ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഫലം എന്നതിന്റെ ഒരു സൂചന ഈ 7 റൗണ്ടിൽ പൂർത്തിയാകുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 2-ാം റൗണ്ടിലും ഒപ്പം തന്നെ 3-ാം റൗണ്ടിലും 4-ാം റൗണ്ടിലും തുടർച്ചയായ 3 റൗണ്ടുകളിൽ അദ്ദേഹം ലീഡ് നേടി. ഒപ്പം തന്നെ 7-ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വ്യക്തമായ ലീഡിലേക്ക് C കൃഷ്ണകുമാറിനെ മറികടന്നുകൊണ്ട് നഗരസഭയിലെ വോട്ടുകൾ പൂർണ്ണമായും എണ്ണിക്കഴിയുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി BJP-ക്ക് മേൽ ശക്തമായ ലീഡ്, 4,000 വോട്ടുകളുടെ ലീഡ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് നേടാൻ കഴിഞ്ഞു. അതാണ് വളരെ നിർണായകമായത്. തുടർന്ന് അങ്ങോട്ട് കോൺഗ്രസിന്റെ പരമ്പരാഗതമായ കോൺഗ്രസിന്റെ കുത്തക മേഖലയായ പിരായിരി പഞ്ചായത്താണ് എണ്ണത്. അവിടെ എണ്ണിയപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഏതാണ്ട് 6,000-ഓളം വോട്ടുകളുടെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു. അങ്ങനെ ലീഡ് 10,000-ലേക്ക് ഉയരുന്നു. പിന്നീട് മറ്റ് 2 പഞ്ചായത്തുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 18,669 എന്ന മണ്ഡലത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. BJP ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന അവകാശവാദങ്ങൾ ഒന്നും തന്നെ ശരിയായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. മറുവശത്ത് LDF-ഉം ശക്തമായ പ്രചരണം നടത്തി. കോൺഗ്രസിൽ നിന്നും പോയി സ്ഥാനാർത്ഥിയായ P സരിൻ അദ്ദേഹം അവസാന മണിക്കൂർ വരെ ശക്തമായ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം കണക്കുകൾ നിരത്തിക്കൊണ്ട്, അദ്ദേഹം IAS-കാരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഈ തന്റെ അവകാശവാദം മുന്നോട്ട് വെച്ചത്. മുനിസിപ്പാലിറ്റിയിൽ LDF പോലും പറഞ്ഞത് BJP ഒരു 4,000-5,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യും, അവിടെ തങ്ങൾ 3-ാം സ്ഥാനത്ത് തന്നെ പോകും. എങ്കിൽ പോലും കോൺഗ്രസുമായിട്ടുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് 1,500-2,000 വോട്ടുകൾക്കാകും. എന്നാൽ പിരായിരി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ 10,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയി കുറവ് വന്നു. അത് തങ്ങൾക്ക് അനുകൂലമാകും. അവിടെ തങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലീഡ് നേടും. പിന്നീട് തങ്ങളുടെ ശക്തി കേന്ദ്രമായ മാത്തൂര് കണ്ണാടിയിലേക്ക് പോകുമ്പോൾ
ഒരു 5000 വരെയുള്ള വോട്ടുകൾക്ക് ജയിച്ചു കയറുമെന്നാണ് പി സരിൻ പറഞ്ഞത്. പക്ഷേ പി സരിൻ ആദ്യമായിട്ട് ഈ ഒരു വോട്ടെണ്ണലിൽ ലീഡ് നേടിയത് അവസാന റൗണ്ടുകളിലേക്ക് വന്നപ്പോഴാണ്. മാത്തൂര് കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ടെണ്ണുമ്പോൾ 2 റൗണ്ടുകളിൽ മാത്രമാണ് നാമമാത്രമായ വോട്ടുകൾക്ക് പി സരിൻ ലീഡ് നേടിയത്. എന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലീഡിനെ കാര്യമേ ബാധിച്ചില്ല. കാരണം അപ്പോഴും 2ാം സ്ഥാനത്ത് BJP തന്നെയായിരുന്നു. ഈ മാത്തൂര് കണ്ണാടി പഞ്ചായത്തുകളിൽ BJP വളരെ ദയനീയമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ BJPയും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഗണ്യമായി ഉയർന്നു. അതാണ് 18,000-ലധികമുള്ള ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന ശക്തമായ തിരിച്ചടിയാണ്. 52 സീറ്റുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ 28 സീറ്റുകളുമായിട്ട് കേവല ഭൂരിപക്ഷം നേടി BJP സ്വന്തമായി ഭരിക്കുന്ന കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർ അപ്രമാദിത്വം നിലനിർത്തുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അതിന്റെ 497 വോട്ടുകൾക്ക് ഇതേ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ VK ശ്രീകണ്ഠന് മേൽ നേടിയിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നു. BJPയുടെ അടിത്തറ ഇളകുന്ന തരത്തിലൊരു മുന്നേറ്റം അവിടെ കോൺഗ്രസിന് UDFന് നടത്താൻ കഴിഞ്ഞു. അത് പ്രധാനമായിട്ടും പാലക്കാട് MP VK ശ്രീകണ്ഠനൊപ്പം തന്നെ മുൻ MLA ഇപ്പോഴത്തെ വടകര MP ഷാഫി പറമ്പിൽ എന്നിവരുടെ മികവ് തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഒപ്പം തന്നെ UDFന്റെ ഒരു ശക്തമായ പ്രവർത്തനം, തുടക്കം മുതൽ UDFനെ അവിടെ പ്രതിസന്ധിയിൽ നിർത്താൻ ഓരോരുത്തരും തുനിഞ്ഞു. അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന പി സരിൻ തന്നെയാണ്. അദ്ദേഹം തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ കലാപമുയർത്തി അദ്ദേഹം മറുകണ്ഠം ചാടി LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു. നേതൃത്വത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ശക്തമായ ആക്രമണമാണ് അദ്ദേഹം അഴിച്ചുവിട്ടത്. പിന്നീട് അവിടുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. വലിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിജയത്തിലേക്ക് നടന്നു കയറിയത്. കള്ളപ്പണ വിവാദമുണ്ടായി. അതിന് പിന്നാലെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് DCC എഴുതിയ കത്തുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. പിന്നീട് SDPI ബന്ധമുണ്ടായി. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് ഈ സന്ദീപ് വാര്യരുടെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ രീതിയിൽ വർഗീയത അഴിച്ചുവിടുന്ന രീതിയിൽ CPIM 2 പത്രങ്ങളിൽ കൊടുത്ത പരസ്യം, ഇതൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് അനുകൂലമായി ഒരു ഘടകങ്ങളും UDFന് എതിരായിട്ട് അവിടെ പ്രവർത്തിച്ചില്ല. എല്ലാം UDFന് അനുകൂലമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. UDFനെ സംബന്ധിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്, VD സതീശനെ സംബന്ധിച്ച്, ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടു കൂടിയുള്ള ഒരു വിജയം, അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് ഈ വിജയത്തെ നമുക്ക് വിലയിരുത്താം. മറുവശത്ത് BJPയെ സംബന്ധിച്ച് അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുകയാണ്. അതിനിപ്പോൾ അവർ കൂടുതൽ ചില ന്യായീകരണങ്ങളൊക്കെ നിരത്തുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ മുനിസിപ്പാലിറ്റിയിലെ അപ്രമാദിത്വം അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അത് അവരുടെ ഒരു കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നതിന് തുല്യം തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും UDFും വളരെ അഭിമാനകരമായ ഒരു വിജയം ഈ പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നു.